സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി. പൂങ്കാടും പൂന്തെന്നലും പുൽമേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി. മുഴുവൻ നീയേ, മൊത്തം ഉലകം നീയേ, കാറ്റും തണലും നീയേ, നീയേ കത്തും മുറിവും നീയേ, എൻ തെറ്റും ശരിയും നീയേ, എൻ കനവും കഥയും നീയേ. ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, പിടയുന്നേ പറയും വാക്കും നിൻ കണ്ണിലെ നോക്കും മെല്ലെ കൊല്ലുന്നേ, ഉരുകുന്നേ ക്ഷീണിച്ചേ പകരം ഞാൻ എന്തു തരാനായി, സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തൂക്കിൽ നിന്നുണ്ടേ ഉതിർക്കാമേ. മരണം വരെ നീ ഓർക്കാൻ, മരണം വരെ നീ ഓർക്കാൻ. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി. പോകേൻ വെള്ളപ്പൂക്കളും ഞാനാകും ഓർമ്മയും നിന്നുള്ളിൽ കാക്കുന്ന കർത്താവിന്നു സ്തുതി. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി. പൂങ്കാടും പൂന്തെന്നലും പുൽമേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന്നു സ്തുതി. ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, പിഴയുന്നേ പറയും വാക്കും നിൻ കണ്ണിനെ നോക്കും മെല്ലെ കൊല്ലുന്നേ, ഉരുകുന്നേ ക്ഷീണിച്ചേ പകരം ഞാൻ എന്തു തരാനായി, സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തോക്കിൽ നിന്നുണ്ടേ ഉതിർക്കാമേൻ. മരണം വരെ നീ ഓർക്കാൻ, മരണം വരെ നീ ഓർക്കാൻ. മരണം വരെ നീ ഓർക്കാൻ. പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്. ഹന ചേച്ചി ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആയിരുന്നല്ലോ Thank you, ചേച്ചി. ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാട്ടില്. ആര് പറഞ്ഞു? ഷാഹുൽ ചേട്ടൻ പറഞ്ഞിരുന്നു അല്ലേ? അതാണ് ഇങ്ങനെ ഇങ്ങനെ ഒറ്റ നിപ്പായിരുന്നല്ലോ, ഇങ്ങനെ ഭയങ്കര ആറ്റിറ്റ്യൂഡില്. അതെ. ഇഷ്ടപ്പെട്ടോ ഈ ലേറ്റസ്റ്റ് ഹിറ്റ് റൗണ്ട്? ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് പറ്റി ഇഷ്ടപ്പെടാന്? ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മളാണ്. അല്ല എന്നുവെച്ചാല് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്നുവെച്ചാല് മുന്നുള്ള ജനറേഷൻ അത് ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അതെന്താ നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടമായി പാട്ട്. അതെനിക്ക് പാടാൻ നേരത്തൊരു പേടിയായിരുന്നു. ഇഷ്ടപ്പെടുവോന്ന്? ഈ പടം കണ്ടിട്ടുണ്ടോ? ബോഗൻവില്ല? ഇല്ല, കഥ കേട്ടു. ആരെ പറഞ്ഞെന്ന് കഥ? ഇത് അജല പറഞ്ഞെന്ന്. അജൽ ഈ സിനിമ കണ്ടതാണോ? ഓ, സന്തോഷം. ഓക്കെ, അപ്പൊ ഈ പാട്ടിന്റെ അർത്ഥമൊക്കെ മനസ്സിലായിരുന്നോ ഹനക്ക്? ഒന്ന് പറഞ്ഞു ഞങ്ങൾക്ക് നമുക്കൊന്ന്. സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഓക്കെ. പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. ഓക്കെ. എന്താ ഈ സ്തുതി? പ്രൈസ് ദി ലോർഡ്. അരെ വാ, ഫാന്റാസ്റ്റിക്, ഗുഡ്, കറക്റ്റ്. അപ്പൊ ഭൂലോകം സൃഷ്ടിച്ചതിനും പ്രേമത്തെ സൃഷ്ടിച്ചതിനും താങ്ക് യു. സ്തുതി, സ്തുതി, പ്രൈസ്. പൂങ്കാടും പൂന്തെന്നലും പുൽമേടും വാനവും. പൂങ്കാടെന്ന് വെച്ചാല് പൂ ഉള്ള ഫോറസ്റ്റ്. ഗാർഡൻ. പൂങ്കാടല്ലേ? ഗാർഡൻ എന്ന് പറഞ്ഞ പൂന്തോട്ടമല്ലേ? അതെ. ഇനി ഹനക്ക് എത്തിയാലോ? എന്നിട്ട് പൂങ്കാടും പൂന്തെന്നലും. തെന്നലെന്ന് വെച്ചാ കാറ്റാണ്. പൂത്തെന്നൽ, പൂ പോലെ വരുന്ന തെന്നൽ. പിന്നെ പുൽമേടും. അതെനിക്കൊന്നു
പുൽമേട്. അതെനിക്കറിയില്ല. ഒരു ചെറിയ കുന്ന്, പുൽമേടും വാനം. വാനം ആകാശ് ആണോ? ഓക്കെ. നീ എന്ത് ചെയ്യുന്നത്? വനമാണ് ഫോറസ്റ്റ്. വാനം ഇത് ആകാശം. പൂങ്കാടും പുന്തനലും പൊന്മേടും. പിന്നെ പാറുവിനെ നിന്നെയും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. അത്രേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ. അറിയാം കൊച്ചിന്. ഗുഡ് ഗുഡ്. ചോദിക്കാം നമുക്ക്. ശരത് സാർ. സർ, ഇതെനിക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടാണ് ചക്കരെ. അതൊരു ഒരു രസമാണിത്. ഇതിന്റെ ഒരു വൈബ് വേറെയാണ്. നല്ല രസമായിട്ട് തന്നെ അത് ഹന പാടി. താങ്ക് യു സർ. നമ്മുടെ കോറസ് പിള്ളേരും അസാധ്യത അവരും മാക്സിമം സപ്പോർട്ട് ചെയ്തു. ഒരു എന്താ പറയുക, എനിക്ക് ഇഷ്ടമായടാ നീ പാടി. എനിക്ക് 100% ഇഷ്ടമായി കേട്ടോ. എനിക്ക് ഒന്നാമത് ഈ ചെയ്ത് ഇപ്പൊ സുഷിനാണെങ്കിലും സച്ചേ ഒരു സ്വീറ്റ് ഹാർട്ടാണ്. ഇപ്പോൾ സുഷിൻ്റെ പാട്ടായതുകൊണ്ടും കൂടെ എനിക്ക് അതിനോട് കുറേ ഇഷ്ടം. അതിനെ മൊത്തത്തിൽ കാണാനും ഒരു ഭയങ്കര ഒരു സുഖമുണ്ട്. ഇപ്പൊ വലിയൊരു പാർവതിയുടെ ഭാഷയിൽ പറഞ്ഞ വലിയൊരു പാട്ട് പാറൂ. എടാ ചക്കരെ നന്നായിരുന്നടാ. അടിച്ചു പൊളിച്ചു. ഓക്കേ, താങ്ക് യു സർ. ഷാനിക്ക. ഹന സർ, ഈ പാട്ട് ഇഷ്ടമാണോ? പക്ഷെ പാടാൻ താല്പര്യമില്ല, അങ്ങനെയാണോ? താല്പര്യമില്ല എന്നല്ല, ഇവിടെ പാടാനൊരു പേടി. ഞാൻ ചോദിക്കട്ടെ, ഞാനിപ്പോ ഒരു റെക്കോർഡിങ്ങിന് ഞാൻ വിളിക്കുകയാണ്. ഇത് ഏകദേശം ഇതുപോലത്തെ ഒരു പാട്ടാണെന്ന് വിചാരിക്കുക. ഹന ഈ പാട്ട് കേട്ടിട്ട് ഹന തീരുമാനിക്കുകയാണ്, ഇല്ല ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത് എന്റെ പേര് പോവും, ഇത് ആർക്കും ഇഷ്ടാവില്ല. ഇപ്പൊ അതന്നെ സെയിം പ്രോസസ് അല്ലേ? പാടുന്നത് ആളുകൾക്ക് ഇഷ്ടാവോ എന്നുള്ള ഒരു പേടി. അപ്പൊ അത് എങ്ങനെയാണ് അത് ശരിയാവുന്നത്? അതെന്തൊരു ജഡ്ജ്മെന്റ് അത്? ചേച്ചി ഇല്ലേ, ചേച്ചി പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ഞാൻ ഇവിടെ പാടുമ്പോ എനിക്ക് റിയാലിറ്റി ഷോയിൽ ഇത് പാടാൻ പറ്റും. ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഈ പാട്ട് പറ്റുമോന്നുള്ള ടെൻഷനാണ്. അവിടെ വിഷമം അതല്ല, ജനങ്ങൾ കേൾക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ 4 പേര് ഇവിടെ ഇരുന്നിട്ട് നമുക്കത് ബോധ്യമാകുമോ എന്തോന്ന് പാട്ട് ഇതെന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ റിയാലിറ്റി ഷോ ആണല്ലോ. നമ്മളങ്ങനെ പറയോ മോളെ? പാട്ടിന് കൊടുക്കാനുള്ളത് എന്റെ പൊന്നുമോളെ നീ കൊടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ബോഗൻവില്ലയിൽ ഈ പാട്ട് ഹന അയ്യോ എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ മോൾ ഉഗ്രനായിട്ട് പാടി. ഈ ആവശ്യമില്ലാത്ത ടെൻഷനും കൂടെ എടുത്ത് തലയിൽ വെക്കാതിരിക്കാം. ഒരു പാട്ട് കിട്ടി, അത് എങ്ങനെ എത്ര നന്നായിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റും അത് മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ. ആ ടോൺ ഷിഫ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു. സാധാരണ ഹന ഇവിടെ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഭയങ്കര ഇന്നസെന്റ്, ഭയങ്കര പ്ലസന്റ് എന്നൊക്കെ. അതിൽ നിന്ന് ഹന കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്തു. ആ ഒരു ഡാർക്ക് സംഭവം ഉണ്ടല്ലോ, അതൊക്കെ വന്നു കാലിക്ക് പോലെ. ഹന ഒരു പാട്ട് സെലക്ട് ചെയ്തു, ഹന പാടിക്കഴിഞ്ഞു. ഇതിലെനിക്ക് വലുതായിട്ടൊന്നും ജഡ്ജ് ചെയ്യാനില്ല. നന്നായിട്ട് പാടി, ഉള്ള സാധനം അങ്ങ് പ്രസന്റ് ചെയ്തു. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് സംഗതികളോ ബാക്കി അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് കുറച്ച് അർത്ഥങ്ങൾ അറിയാനുണ്ട്. നേരത്തെ പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ പിടയും, അവിടെ തൊട്ടുള്ള 4 വരിയുടെ അർത്ഥം പറഞ്ഞു തന്നാൽ മതി. ഉടൽ എന്ന് വെച്ചാൽ ശരീരം, ഉടലും ഉയരെന്ന് വെച്ചാല് സോൾ, ആത്മാവ്. ഉടലും ഉയരും നീ മൂടിയ നേരം, അതായത് നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ ഒരു വെള്ള തുണിയിൽ പൊതിയും. ആ പൊതിയുന്ന നേരം അതിനു മുന്നേ നമ്മൾ മരിക്കും. പക്ഷെ അതിനെങ്ങനെ അവര് പറയുന്നതാണ്, അപ്പോ നമുക്ക് ശ്വാസം മുട്ടുന്നേ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ മുട്ടുന്നത്? അതാണ് ഞാനും ചോദിക്കുന്നത്. ഇമാജിനേഷൻ ആണ്. പോട്ടെ, അത് ഞാൻ വിടുന്നു, ഇപ്പോൾ തൽക്കാലം വിടുന്നു. നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, അപ്പം പിടയുന്നേ. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞില്ല ഇപ്പോ? അടുത്തത് പറയും വാക്കും നിൻ കണ്ണിലെ നോക്കും മെല്ലെ കൊല്ലുന്നേ. എന്ന് വെച്ചാല് ചില സമയത്ത് നമ്മളോട് പറയുന്ന വാക്കുകൾ അത് അടിക്കുന്നതിനെക്കാട്ടിലും ഭയങ്കര അത് നമ്മൾക്ക് നിൻ കണ്ണില് നോക്കും. ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ കണ്ണിൽ നോക്കുമ്പോ
ഇങ്ങനെ നമ്മളെ നെഞ്ചില് കൊല്ലുമ്പോ അതെനിക്കിഷ്ടമായി ഇങ്ങനെ നോക്കുമ്പോൾ. നമ്മളിപ്പോ ഒരാളെ ചിരിച്ച് നോക്കുമ്പോഴും നമ്മളൊരു സ്ട്രേഞ്ചർ നോക്കി ഇങ്ങനെ കാണിക്കുമ്പോഴും രണ്ട് രീതിയിലാണ് അവരുടെ ഉള്ളില് തോന്നുന്നത്. ക്ഷീണിച്ചേ പകരം ഞാൻ എന്ത് തരാനായി. എന്താ ക്ഷീണിച്ചു പോയി. മരിച്ചു പോയില്ലേ അപ്പൊ? മരിച്ചു. അടുത്ത ലൈൻസ് തുടങ്ങിയതാ. ക്ഷീണിച്ച് പകരം ഞാൻ എന്ത് തരാനായി. അവരെ ദ്രോഹിച്ച് അവര് ക്ഷീണിച്ചു. അതിലും പകരം അവരെന്ത് തരാനാ? എന്ത് തരാനാ? അത് കഴിഞ്ഞ് സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തോക്കിൽ നിന്നുണ്ട് എതിർക്കാം ആമേൻ. അതെന്താണ് ഈ ചുണ്ടാകും തോക്കിൽ? ചുണ്ടാകും തോക്കിൽ എനിക്ക് തോന്നുന്നു ചുണ്ടീന്ന് വരുന്ന വാക്കുകൾ വാക്കുകൾ ഉണ്ടയായിട്ട് മാറുന്നു. അതാണ് മീൻസ് അത് അതിന് തുല്യമല്ലേ നമ്മള് ചില അങ്ങനെ ചിന്തിക്കാം. ചുണ്ടാകും തോക്കിൽ നിന്ന് ഉണ്ട് എതിർക്കാം ആമേൻ. ആമേൻ മീൻസ് ഉണ്ടയോ? അതാ ഞാൻ പറഞ്ഞു. ഉണ്ട് മീൻസ് ആ ഒരു ഉണ്ട ഇത് വായിൽ നിന്നും നമ്മളുടെ തോക്കിന്ന് വരുന്ന ഉണ്ടേ പോലെ തന്നെ മുറിവായിട്ടുള്ള വാക്കുകൾ. ആമീൻ. അപ്പൊ എനിക്ക് സന്തോഷമായി. നന്നായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ സർ? ഒരു കൺഫ്യൂഷൻ എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. ഗുഡ് ഗേൾ. വെരി ഗുഡ് വെരി ഗുഡ്. ചേച്ചി ഹന, എനിക്ക് സന്തോഷം എന്താന്ന് വെച്ചാൽ ഇപ്പൊ മോളിപ്പോ ഈ ചോദിച്ചതിനൊക്കെ ഉത്തരം പറഞ്ഞതില് മോൾ ആ ലിറിക്സ് വെറുതെ അങ്ങ് പാടിയതല്ലാന്നും, കാരണം നമുക്കൊരു പാട്ട് കിട്ടുമ്പോഴ് അത് എന്ത് തരത്തിലുള്ള പാട്ടാണെന്നും അതിന്റെ അർത്ഥം എന്താണെന്നും അറിയാത്ത വരികൾ എന്താണെന്ന് ലിറിസിസ്റ്റിനോട് ചോദിക്കുക. അങ്ങനെ നമുക്ക് റെക്കോർഡിങ്ങിന് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് അറിയാത്തത് എന്താണ് ചോദിച്ചു മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്താണ് ഈ പാട്ട് എന്നുള്ളത് മനസ്സിലാക്കി എന്നുള്ളതിൽ ഒരു വലിയൊരു കൈയടിയുണ്ട്. പിന്നെ ഹനക്കുട്ടി ഇന്ന് നല്ല സ്റ്റൈലായിട്ട് വന്ന് നിന്നിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് ഹനയാണ്, തൊപ്പിയൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതില് മോള് പാടിയത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മോളെ പാട്ട് എങ്ങനെയാണോ അത് പഠിച്ചത് അതുപോലെ അങ്ങ് വന്ന് പാടിയിട്ടുമുണ്ട്. ഒരു ചെറിയൊരു സജഷൻ എന്താന്ന് വെച്ചാൽ, മോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് മോള് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. എന്നാലും ഇപ്പം ചില സ്റ്റെപ്സ് ഒക്കെ ചെയ്യുമ്പോഴും ആ ഒരു ചെറിയൊരു ചമ്മലുണ്ട്. ചെയ്യണോ വേണ്ടയോ, ഇവിടെ അത് ശരിയാവോ, എന്തൊക്കെയോ മോള് ആലോചിക്കുന്നുണ്ട് പാടുന്നതിൻ്റെ ഇടയിൽ. അപ്പോൾ അത് ആ കംപ്ലീറ്റ് സോങ്ങിലേക്കുള്ള ഒരു കോൺഫിഡൻസ് വരുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി വരും, ഈ മൂവ്മെന്റ്സ്. അപ്പം എന്താണത്, ആ പാട്ടിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് മോൾക്ക് കുറച്ചുകൂടി ഒരു പ്രസൻസ് കൊണ്ടുവന്നാൽ അത് കുറേ കൂടിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇപ്പം നന്നായി പാടി, പക്ഷെ ഈ സ്റ്റേജിൽ നമ്മൾ പാടുമ്പോൾ ചെറിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നൊരു സംഭവമുണ്ട്. അത് ഭൂലോകം സൃഷ്ടിച്ച ആ വാക്കുകൾ എടുത്തെടുത്ത് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ആക്സെന്റ് ഉണ്ട്. അപ്പം അതും മോളൊന്ന് ഉൾക്കൊള്ളണം ഇനി നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇപ്പം ഈ ഒരു ഇമ്പ്രൂവ്മെന്റ്, ആകാരമൊക്കെ ഒരുപാട് മാറി, മോള് നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഈ പാട്ടിൽ ഇതിപ്പം ഒരു സിമ്പിൾ സോങ് ആണ് എന്ന് തോന്നുമെങ്കിലും അതിനൊരു ഇമ്പാക്റ്റ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പവർ കുറച്ചുകൂടെ വരണം. അത് മോള് ഇനി അതങ്ങ് ട്രൈ ചെയ്യാം. ഓക്കെ, അല്ലാതെ ഇത് പാടിയോന്ന് വെച്ചാൽ നന്നായിട്ട് പാടി, ബട്ട് ഒരു എക്സ്ട്രാ എലിമെന്റ്, ഒരു ഫീൽ, അതിൻ്റെ ഒരു സ്റ്റൈൽ, അതിൻ്റെ ആക്സെന്റ് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ വരുന്ന പോലെ തന്നെ അത് ആ പാട്ടിലും കൂടി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് റിഫ്ലക്റ്റ് ആവാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. മഞ്ജരി ചേച്ചി ഒന്ന് പാടിത്തരും. മഞ്ജരി ചേച്ചി ഇതോ ഇനിയിപ്പോഴോ? യെസ്. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി, പ്രേമത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. പൂങ്കാടും പൂന്തന്നലും പുൽമേടും വാനവും നിന്നെയും സൃഷ്ടിച്ച കർത്താവിന് സ്തുതി. രക്തം മുഴുവൻ നീയേ, മൊത്തം ഉലകും നീയേ, കാറ്റും തണലും നീയേ, കത്തും മുറിവും നീയേ, എൻ തെറ്റും ശരിയും നീയേ, എൻ കനവും കരയും നീയേ, നീയേ 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 നീയേ. ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ, പിടയുന്നേ
വെരി നൈസ്. Nice, nice. 4 വരി അത്ര ഇതിങ്ങനെ നിൽക്കുന്നില്ല, അതങ്ങോട്ട് പോവാണ്. നൈസ് മോൾ. എന്തായാലും കുറച്ചുകൂടെ അത്ര പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, ആ ഒരു കോൺഫിഡൻസ്. ഓക്കെ, മാർക്സ് ചോദിക്കാം ചേച്ചി. ശരത് സർ. ചക്കരെ സർ. 9.4 മാർക്സ്. താങ്ക് യു സർ. എം ജി സർ. ഹന സർ. മോളെ ഈ പാട്ട് നല്ല പാട്ടാണ്, മോടെ കൺസെപ്റ്റില് പാടി. സോ ഐ എം ഗിവിംഗ് യു 9.2. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. ഹനയുടെ മാർക്സ്. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 18.6. താങ്ക് യു ചേച്ചി. ബൈ ബൈ. Ni pa maga sa sa